+2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു വലിയ ഇഷ്യൂ ആണ് കൺഫ്യൂഷൻ. അതായത് ലൈഫിൽ ഇനി എന്ത് ചെയ്യണം, എന്ത് പഠിച്ചാലാണ് ഒരു നല്ല കരിയറിലേക്ക് എത്താൻ പറ്റുക, ഒരു നല്ല ജോലി കിട്ടുക, ദെൻ ഈ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കരിയർ കൊണ്ടോ ജീവിതത്തിൽ നല്ല നിലയിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഒരു കാലഘട്ടമാണത്. അപ്പം ഈ കൺഫ്യൂഷൻ കൊണ്ട് മാത്രം ഒരുപാട് മണ്ടത്തരങ്ങൾ അവർ ചെയ്തു വെക്കും. പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ചെയ്യും. അതായത് പെട്ടെന്നൊരു പരസ്യം കണ്ടു, പെട്ടെന്നൊരു ആരെങ്കിലും പറഞ്ഞു, ഒരു 3-4 മാസത്തേക്ക് ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ജോലി കിട്ടുമായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ അധികം ചിന്തിക്കില്ല. ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അധികം ചിന്തിക്കാതെയോ അധികം അന്വേഷിക്കാതെയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ച് പെട്ടെന്നൊരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോകും. പക്ഷേ പലപ്പോഴും മെജോറിറ്റിയും ഒരു നല്ല കരിയറിൽ എത്തിപ്പെടാതെ, നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാതെ കഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഒരു നല്ല കരിയറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടത് ഒരു നല്ല വിദ്യാഭ്യാസമാണ്. അതായത് സാധാരണ ഒരു കാര്യമല്ല, സാധാരണ ഒരു കോഴ്സല്ല, ഒരു മികച്ചതായിട്ടുള്ള വിദ്യാഭ്യാസം, മികച്ചതായിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ സിലബസും അല്ലെങ്കിൽ ഡ്യൂറേഷനും, അതായത് 6 മാസത്തെ ഒരു കൊല്ലോ ദൈർഘ്യമൊക്കെയുള്ള ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം ഒരു നല്ല ജോബ് കിട്ടും എന്നുള്ളത് അതും തെറ്റാണ്. നല്ല സിലബസ് ആയിരിക്കണം, നല്ലവണ്ണം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം അത് പഠിപ്പിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ആ കോഴ്സിന് ഇൻ്റർനാഷണൽ വാലിഡിറ്റി, അതായത് ഈ കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഇൻ്റർനാഷണൽ വാലിഡിറ്റി വേണം. അപ്പോൾ ആരാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അത് തരാനുള്ള അധികാരം ആരാണ് കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ആ ഡിഗ്രി കൊടുക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ AICTE, UGC ഒക്കെ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ളത് പോലെ ഏത് ഓർഗനൈസേഷനാണ്, ആരാണ് ഈ സ്ഥാപനത്തിന് അധികാരം കൊടുത്തിട്ടുള്ളത്, അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല നിലയിലുള്ള ജോലിയിൽ എത്തിപ്പെടാനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനും പറ്റും. എന്നാൽ പൊതുവേ ഇത് കണ്ടുവരാറില്ല, ആളുകൾ ഇതൊന്നും അന്വേഷിക്കാറില്ല. ഈ അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ എന്തെങ്കിലും കാര്യം ചെയ്യും, സാധാരണ ചെറിയ ജോലികളിൽ ഒതുങ്ങിപ്പോകേണ്ട സിറ്റുവേഷൻ വരും. അപ്പം എപ്പോഴും മനസ്സിലാലോചിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും അസാധാരണമായിട്ടുള്ള ഒരു നേട്ടം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കണമെങ്കിൽ, അസാധാരണമായ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ്സ് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വരും. അതായത് റൈറ്റ് മൂവ്സ് ആയിരിക്കണം അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജീവിതത്തിൽ റൈറ്റ് മൂവ്സ് എടുക്കുക, റൈറ്റ് ഡിസിഷൻസ് എടുക്കുക. അത്തരത്തിലുള്ള റൈറ്റ് മൂവ്സ് ആവട്ടെ നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ചുവട്.